ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുത്ത ഹാബിനാരോ പെപ്പർ, ഹാബിനാരോ ചില്ലീസ്. അറിയാമല്ലോ, ഭയങ്കര എരിയുള്ളതും വളരെ വിലപിടിപ്പുള്ളതുമായിട്ടുള്ളൊരു മുളകാണിത്. ഇതിൻ്റെ ഒരു മുളക് എവിടെന്നെങ്കിലും കിട്ടിയാൽ അതിൻ്റെ കുരുവൊന്ന് പാകിയിട്ടാൽ മതി, ഇഷ്ടംപോലെ കിളുത്തോടും. അങ്ങനെ കിളിപ്പിച്ചതാണ് ഞാനിത്. ഇങ്ങനെ മുറ്റത്ത് എനിക്ക് 3-4 മൂടുണ്ട്. അതിൽ നിന്നും പറിച്ചെടുത്ത ഫ്രഷ് ആയിട്ടുള്ള ഹാബിനാരോ ചില്ലീസ് കൊണ്ടുള്ള ഹോട്ട് ചില്ലി സോസാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് പഴുത്ത് നല്ല കളറാകുമ്പം ആദ്യം പച്ചയാണ്, പിന്നെ അത് മെല്ലെ ഓറഞ്ചിഷ് ഒന്നാകും, അത് കഴിയുമ്പം നല്ല പ്യുവർ റെഡ് ആകും. അപ്പോൾ റെഡ് ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും, സോസ് ചെയ്യുമ്പോൾ സോസിനും നല്ല കളർ ഉണ്ടാവും. ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷനും കൂടെ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ചില്ലീസ് എല്ലാം ഞാൻ പറിച്ച് ഒന്ന് വൃത്തിക്ക് കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് ചില്ലീസും കൊണ്ടുണ്ട്. ഇതും നല്ല റെഡായിട്ടുള്ളതാണ്, നല്ല സ്പൈസിയുമാണ്. അപ്പം ഞാൻ ഇതും കൂടെ കളയാതെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് സോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റോക്ക് ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്കത് ഓയിലിനകത്ത് വഴറ്റിയെടുക്കാൻ എളുപ്പമുണ്ടാവും. ഒരു മുളക് ഒരു 8 പീസായിട്ട് കീറുകയാണ്. ഭയങ്കര എരിയാണിത്, അതുകൊണ്ട് തന്നെ എയറിനകത്തൂടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എരിയുടെ സ്മെല്ലങ്ങ് വരും കേട്ടോ. അപ്പോൾ അലർജിക്കായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മാസ്ക് വെച്ച് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ എരിയാണ് ഇതിന്. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഹാബനേറോ ചില്ലീസിൻ്റെ സോസിനൊക്കെ ഭയങ്കര വിലയാണ്. കാര്യം മുളകിന് തന്നെ ഭയങ്കര വിലയാണ്. കഴിവതും അതിനകത്തൊന്നും തൊടാതിരിക്കാൻ ശ്രമിക്കുക, കൈയോടെ നീറും. അപ്പോൾ ചില്ലിയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ വയ്ക്കാം. ചെറിയ തീയിൽ വേണം ചെയ്യാൻ, കാര്യം മുളക് കരിഞ്ഞു പോകരുത്. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് അതിലേക്ക് ഇടാം. 3rd ലെവൽ സ്പൈസും അല്ല, അതിനും അപ്പുറം സ്പൈസാണിത്. അപ്പം ഒത്തിരി എരി ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അരി അങ്ങ് കളഞ്ഞാൽ മതി. ഇതൊന്ന് വഴന്ന് വരട്ടെ. എന്നോട് ആരൊക്കെയോ ഒരു ചില്ലി ഓയിലിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം. പിന്നെ എൻ്റെ ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി ഓൾറെഡി സൈറ്റിലുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. അപ്പം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. ഭയങ്കരമായിട്ട് ചുമ വരുന്നുണ്ട് എനിക്ക്. ഇതും അറ്റ്മോസ്ഫിയറും കൂടെ ആ ഒരു ചില്ലിയുടെ സ്മെല്ലങ്ങാവും. ചുവന്നുള്ളി ഇത് ഓപ്ഷനിലാണ്. അപ്പം ഇത് ഒരു 3-4 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റണം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ഇതിലേക്ക് ഷുഗർ ഇടാം, ഉപ്പ്, വിനെഗറും കൂടെ ഒഴിക്കാം. ഞാൻ ആപ്പിൾ സൈഡർ വിനെഗറാണ് ഒഴിക്കുന്നത്. പ്ലെയിൻ വൈറ്റ് വിനെഗർ ഒഴിച്ചാലും മതി. ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം കൂടെയാണിത്. അപ്പം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഇതിപ്പോൾ ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ടൊന്ന് സമ്മതിച്ചിട്ട് നല്ലതുപോലെ അരച്ച് സ്മൂത്ത് ആയിട്ടാക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഹോട്ട് ചില്ലി സോസ് റെഡിയാവും. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പീസ് ഉണ്ടെങ്കിൽ അത് കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഇത് നമ്മളൊരു കുപ്പിക്കകത്ത് ഇട്ട് സൂക്ഷിച്ച് വെക്കുക. ഗ്ലാസ് ബോട്ടിലിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.